നമ്മുടെ നാട്ടിൽ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പോക്സോ കേസുകളുടെ വർധനവ് എത്രത്തോളമാണെന്നറിയാമോ? കാലം മാറിയല്ലോ, സൈബർ ഇടത്തിലാണ് കുട്ടികൾ അധികവും. ഇത് വരുത്തിവെക്കുന്ന വിനകൾ എത്രത്തോളം എന്നറിയണ്ടേ? കുഞ്ഞു കുട്ടികൾക്ക് പോലും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ ഉൾപ്പെടെ പീഡിപ്പിക്കാൻ കച്ചകെട്ടിയാലോ? ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നുണ്ടോ? കേസുകളുടെ എണ്ണത്തിലെ വർധനവ് കേട്ടാലും ഞെട്ടുന്ന സാഹചര്യമാണ്. ഈ പോക്കാണെങ്കിൽ വരാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. നിയമങ്ങൾ കർശനമാകുമ്പോഴും സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുകയാണ് പോക്സോ കേസുകൾ. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 15,000-ഓളം കുട്ടികളാണ് ഓരോ വർഷവും പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത്. കുട്ടികൾ സുരക്ഷിതരെന്ന് നാം ചിന്തിക്കുന്ന വീടുകളിലും വിദ്യാലയങ്ങളിലും വരെ കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സാഹചര്യം. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 1.61 പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പോക്സോ കേസുകളാണ് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2020-ൽ 3,941 കുട്ടികളാണ് പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയായത്. 2021, 22, 23 വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം യഥാക്രമം 4,536, 5,640, 5,903 എന്നിങ്ങനെയായിരുന്നു. ഈ വർഷം ഏപ്രിൽ വരെ 577 പോക്സോ കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2023-ൽ പോക്സോ കേസുകളുടെ എണ്ണം 1,719 ആയിരുന്നു. 2022, 21 വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം യഥാക്രമം 1,719, 1,704 എന്നിങ്ങനെയായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഏപ്രിൽ വരെ 38 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2023-ൽ ഇത് 191 ആയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ എണ്ണം 2022, 21 വർഷങ്ങളിൽ 279, 257 എന്നിങ്ങനെയാണ്. ഒരു കാലത്ത് അപമാനം ഭയന്ന കേസുമായി മുന്നോട്ട് പോകാൻ അധിക പേരും താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ നിരന്തര ബോധവൽക്കരണത്തിലൂടെയാണ് ഈ ചിന്താഗതിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. മാത്രമല്ല, തങ്ങൾക്ക് നേരെ നടന്നത് ചൂഷണമാണെന്ന് തിരിച്ചറിയാനും അതിനെതിരെ പ്രതികരിക്കാനും കുട്ടികൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൗൺസിലർമാരുടെ സേവനം ഉറപ്പാക്കിയതോടെ വെളിച്ചം കാണാതെ പോകുമായിരുന്ന പല സംഭവങ്ങളും പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ സ്വാധീനവും പോക്സോ കേസുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണമാണ്. ലഹരി പദാർത്ഥങ്ങൾ നൽകി ലൈംഗിക ചൂഷണം നടത്തുന്ന സംഭവങ്ങളും നിരവധിയാണ്. ചൈൽഡ് ലൈനിന്റെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് എതിരായ ലൈംഗിക അതിക്രമങ്ങൾ കണ്ടെത്താൻ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. കോവിഡ് സമയത്ത് പഠനം ഓൺലൈനായി മാറിയതോടെയാണ് വിദ്യാർത്ഥികളുടെ കൈവശം മൊബൈൽ ഫോൺ വ്യാപകമായത്. കേസുകളുടെ എണ്ണം വർദ്ധിക്കാൻ ഇത് വലിയ കാരണമായിട്ടുണ്ട്. അയൽവാസികളിൽ നിന്ന് നേരിട്ട ലൈംഗിക അതിക്രമ കേസുകളാണ് നേരത്തെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവയിൽ അധികവും ചാറ്റിങ്ങിലൂടെയും പ്രണയക്കുരുക്കിൽ അകപ്പെടുന്ന കേസുകളുമാണ്. ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഒടുവിൽ ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമത്തിന് നിർബന്ധിതമാക്കുകയാണ്. 30 വർഷത്തോളം കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച മലപ്പുറം ജില്ലയിലെ സ്കൂളിലെ അധ്യാപകനായ KV ശശികുമാർ 2022-ൽ അറസ്റ്റിലായത് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഗണിതാധ്യാപകനായ ശശികുമാർ വിരമിക്കൽ ചടങ്ങിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കണ്ട് പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അധ്യാപകനെതിരെ ആദ്യം ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചത്. മാനസിക രോഗിയായ അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന കുട്ടി 13-ാം വയസ്സിലും 15-ാം വയസ്സിലും പീഡിപ്പിക്കപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. ആദ്യം ആക്രമിക്കപ്പെട്ടപ്പോഴേ കുട്ടിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഇതുപോലെ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ താമസിക്കുന്ന നിരവധി കുട്ടികളാണ് സമൂഹത്തിലുള്ളത്. ഇവരെ കണ്ടെത്തി ഡാറ്റ തയ്യാറാക്കി സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടതും അനിവാര്യമാണ്. ആൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൃത്യമായ കൗൺസിലിംഗ് സംവിധാനം ആൺകുട്ടികൾക്കും ലഭ്യമാക്കേണ്ടതുണ്ട്. ഗുഡ് ടച്ച് ആയിക്കോട്ടെ, ബാഡ് ടച്ച് ആയിക്കോട്ടെ, ഇതെന്താണ് എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കേണ്ടതുണ്ട്. ആദിവാസി മേഖലയിലെ കുട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അവബോധം നൽകണം. ലൈംഗിക അതിക്രമം എന്നത് അന്തസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലെന്നും തന്റെ ശരീരത്തിന് നേരെ ഒരാൾ അക്രമം നടത്തിയാൽ അതിനെതിരെ പ്രതികരിക്കണമെന്നുമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആക്രമിക്കപ്പെട്ട കുട്ടിയെ കോടതി വരെ എത്തിക്കുന്നതിന് ശിശുക്ഷേമ സമിതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട്. കോടതിയിൽ സുരക്ഷിതമായി മൊഴി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രം പോരാ, കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളും ഒരുക്കണം.